മഴ പെയ്താൽ റോഡ് തോടാകുന്നത് കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വണ്ടി ഓടിക്കാൻ ലൈസൻസ് മാത്രം പോരാ, ഒരൽപ്പം സർക്കസ് കൂടെ അറിയണം. പ്രത്യേകിച്ച് കോഴിക്കോട് മാളിക്കടവ് റോഡിലൂടെ. ഇത് കോഴിക്കോട് മാളിക്കടവ് റോഡ്. ഒരുപക്ഷെ റോഡെന്ന് പറയുന്നതിലും ഉത്തമം തോടെന്ന് പറയുന്നതാണ്. കാരണം ഈ റോഡ് മാളിക്കടവ് നിന്ന് തുടങ്ങി തണ്ണീർപ്പന്തൽ അവസാനിക്കുന്നത് വരെ 1.5 കിലോമീറ്ററോളം എണ്ണിയാൽ ഒടുങ്ങാത്ത കുഴികളാണുള്ളത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രധാന റോഡിന്റെ അവസ്ഥയാണിത്. ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളും കുഴിയിൽ വീഴുക പതിവാണ്. റോഡിന് സൈഡിലെ ഈ കുളം ഇങ്ങനെ അടയ്ക്കാതെ നിലനിർത്തുന്നത് ഭംഗിക്കാണോ എന്ന് പറയേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയിട്ടും അധികാരികൾക്ക് യാതൊരു അനക്കവുമില്ല. ഈ റോഡ് ഒരു പ്രധാന റോഡാണ്. അതായത് നാഷണൽ ഹൈവേന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്ന ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. അധികാരികളുടെ അനസ്ഥ കാരണം ഇത്രയും കാലം ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ ഇത് നന്നാവുമെന്ന് ആർക്കും അറിയില്ല. അതിന് വേണ്ട നടപടികളെന്ന് അധികാരികൾ സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാർ മുഴുവൻ. ദേശീയ 6 വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി വേങ്ങേരിയിൽ ഓവർപാസ് നിർമ്മാണം നടക്കുന്നതിനാൽ ബാലുശ്ശേരി റൂട്ടിലോടുന്ന ബസ്സുകളെല്ലാം ഇപ്പോൾ ഈ വഴിയാണ് പോകുന്നത്. 2 ചെറിയ വാഹനങ്ങൾക്ക് പോലും ഒന്നിച്ചു പോകാൻ ഇടമില്ലാത്ത റോഡിലൂടെ 2 ബസ്സുകൾ ഒന്നിച്ചു പോകുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കേണ്ടതുണ്ടോ? അതും ഈ റോഡിലൂടെ. ഗവൺമെന്റിന്റെ 2 ITI, MSS പബ്ലിക് സ്കൂൾ തുടങ്ങി 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മാളിക്കടവ് റോഡിലുള്ളത്. തണ്ണീർപ്പന്തലും മാളിക്കടവും ബസ് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ ഈ റോഡിലൂടെ വേണം നടന്ന് സ്കൂളുകളിലും ITIയിലും എത്താൻ. ഒരു ബസ് വന്നാൽ മാറി നിൽക്കാൻ പോലും ഇടമില്ല. മാറി നിൽക്കുമ്പോൾ റോഡിലെ കുഴിയിൽ വീഴുമോ എന്ന ഭയമാണ് ഇവർക്ക്. അങ്ങനെ വീണിട്ടുമുണ്ട്. ഒരു കുട്ടി പോകുന്ന സമയത്ത് വണ്ടിക്കാർ വന്നിട്ട് കുട്ടി ചാടിയ സമയത്ത് വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ വീണു. ആ കുട്ടീൻ്റെ ഷൂ അതിൻ്റെ അകത്ത് നിന്ന് ഊരുന്ന രംഗം ബൈ ചാൻസ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ കണ്ടു നിന്ന് ആ വീട്ടിൽ നിന്നുള്ള ഒരാൾ വന്നിട്ടാണ് ആ കുട്ടി അതിൻ്റെ അകത്ത് നിന്ന് പൊന്തിച്ചൊരവസ്ഥ ഉണ്ടായത്. അത് വല്ലാത്തൊരു ദുഃഖകരമായ കാര്യം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ഒരു സ്കൂളുണ്ട്, ഒരു ITI ഉണ്ട്. ഒരു കുട്ടിയേക്ക് ബസ് ഇറങ്ങിയിട്ട് ITIയിലെ കുട്ടികളാണെങ്കിൽ ഇവിടേക്ക് നടന്നു വരുന്ന സമയത്ത് ബസ്സുകാർ ഒരു ചിന്തയില്ല. അവർ പോകണം എന്നുള്ളതുകൊണ്ട് വെള്ളം തെറിപ്പിക്കുന്നതിനോ ഒന്നുമല്ല. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നടന്നു വരുന്ന കുട്ടികൾ കംപ്ലീറ്റ് ഇവിടെ വന്നിട്ട് ടോയ്ലറ്റിൽ പോയിട്ട് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് കയറേണ്ട ഒരവസ്ഥയാണ്. റോഡിന് വീതി കൂട്ടും, റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. അത്യാവശ്യത്തിനൊരു ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഈ റോഡിലൂടെ ഇവർക്ക് കഴിയുന്നില്ല. രാവിലെ യാത്ര വളരെ ദുഷ്കരമാണ്. നമ്മൾ വിചാരിച്ച സമയത്ത് തീരെ ഒരിക്കലും ഓഫീസിലെത്താനോ അങ്ങനെ ഒന്നും സാധിക്കാനുണ്ടാവില്ല. പിന്നെ ഇപ്പം കുറച്ച് പിന്നെ റെസിഡൻസ് അസോസിയേഷനും കുറച്ച് പിന്നെ സംഘടനകളെല്ലാം കൂടെ പരാതി കൊടുത്തതിന് ശേഷം ഒരു കണ്ണ് പൊടിയിടാവുന്ന രീതിയിൽ കുറച്ച് പിന്നെ പാറപ്പൊടികളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ പാറപ്പൊടീൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങൾക്ക് വീടുകളിലൊന്നും ഇരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്രയും പിന്നെ വണ്ടി പോകുമ്പോഴത്തേക്ക് മഴയാണെങ്കിൽ ചളിയും വെയിലാണെങ്കിൽ ഫുള്ള് പൊടിയാണ്. മണിക്കൂറുകളോളം നീളുന്ന ഗതാഗതക്കുരുക്ക് കാരണം സമയം പാലിക്കാൻ ഇതുവഴി പോകുന്ന ബസ്സുകൾക്കും കഴിയുന്നില്ല. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇതുവഴി പോകുന്ന ബാലുശ്ശേരി, നരിക്കുനി, കുന്നമംഗലം തുടങ്ങിയ ബസ്സുകളിലെ ജീവനക്കാർ സൂചനാ സമരം നടത്തിയിരുന്നു. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ ഒരൽപ്പം മെറ്റൽ കൊണ്ട് നിരത്തി, അത്ര തന്നെ. ബസ്സുകാരൊക്കെ സമരമൊക്കെ നടത്തിയതാണ്, 2 പ്രാവശ്യം സമരം നടത്തിയതാണ്. അപ്പോൾ നന്നാക്കാന്ന് പറയും, ചില്ലറ പണി മാത്രം എടുക്കും. പിന്നെ വീണ്ടും തന്നെ ഇപ്പോൾ ഈ ഓട്ടോ എന്ന് പറഞ്ഞാൽ തീരെ ഓടിക്കൂടാ. കാരണം ഓട്ടോ പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങൾ വരുമ്പോൾ വെള്ളം തെറിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്ടോ ഡ്രൈവർ ഫുള്ള് വെള്ളത്തിൽ കുളിച്ചു പോയി. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇപ്പം എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ചുരു നടപടിയും ഉണ്ടാകുന്നില്ല. ഈ കാണുന്ന വെള്ളക്കെട്ടിലെ കുഴിക്ക് എൻ്റെ കാൽമുട്ടിനോളം ആഴമുണ്ട്. ഇവിടെ ബൈക്ക് യാത്രികരും കാൽനട യാത്രക്കാരും വീഴുന്നത് നിത്യസംഭവമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും റോഡിന് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇവിടുത്തെ ജനങ്ങൾ പലതവണ അധികൃതരെ കണ്ടു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. എങ്കിലും ഇവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്നെങ്കിലും ഈ മാളിക്കടവ് റോഡ് നന്നാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങൾ. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.